എവിടെ പോവാ? എവിടെ പോവാ? ചോട്ട് എവിടെ പോവാ? എവിടെ? ഒന്നുകൂടി പറയൂ. പൊന്നുടി. ആരൊക്കെ വരും പൊന്നുടിയില്? മമ്മി, കുഞ്ഞ, അപ്പി, ചേച്ചി, ചോനു, തോട്ടു. അപ്പൊ വണ്ടി ആരോ ഓടിക്കും? ഇത്രയും പേര് വന്നു. വണ്ടി ആരോ ഓടിക്കും? ചോറ്റ് പറഞ്ഞതുപോലെ ഞങ്ങൾ പൊന്മുടിയിലേക്കാണ് പോകുന്നത്. ചോറ്റ് രണ്ടാൾക്കാരെ മറന്നുപോയി. നന്ദാന്ന് പറഞ്ഞില്ലേ, നന്ദാൻ്റെ അമ്മയും പപ്പയും കൂടെ ഉണ്ട്. ഞങ്ങൾ വീട്ടിലിറങ്ങിയപ്പോൾ സിജോങ്ങളും നന്ദാനും ആൻറ്റിയും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് പകുതിക്ക് വെച്ചാണ് അവരെ കയറ്റിയത്. സിജോങ്ങളുടെ കാറിലാണെങ്കിൽ വല്യപ്പയും അപ്പാപ്പയും ഞങ്ങളെല്ലാം അപ്പയുടെ കാറിലും. നന്ദാൻ വരുന്ന വരെ അമ്മയൊക്കെ ബാക്കിലായിരുന്നു. നന്ദാൻ വന്നപ്പോഴത്തേക്കും അമ്മ ഫ്രണ്ടിൽ പോയി, റയാൻ നടുക്കായി, പിന്നെ പിള്ളേരുടെ സെറ്റെല്ലാം ബാക്കിലും. റയാനും ഞങ്ങളുടെ കൂടെ പുറകി വരുന്നുണ്ടായിരുന്നു, പക്ഷേ വന്നില്ല. ഒരു അടിപൊളി ട്രിപ്പായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പൊന്മുടിയിലേക്ക് പോവുകയാണ്. അവിടെ തണുപ്പും മഴയും ഒക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പോകുന്ന വഴിക്ക് സ്കൂൾ കണ്ടായിരുന്നേ. അതിൻ്റെ മുമ്പിലാണ് ഒരു വലിയ ആമ. ആ ആമയെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊന്ന് അടുത്ത് നിന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പേരത്ത് പറഞ്ഞപ്പോൾ തന്നെ അപ്പ ഞങ്ങളെ കൊണ്ടുപോയി. ഇപ്പോഴാണെങ്കിലോ അവിടുത്തെ ഗേറ്റ് തുറന്ന് കിടക്കുന്നു. അപ്പം ഞങ്ങളെല്ലാവരും അകത്ത് കയറി. ശരിക്കും പറഞ്ഞാൽ സ്കൂൾ എല്ലാവരും കാണേണ്ടതാ. അവിടെ ചക്കയുണ്ട്, കാറ്റർപില്ലറുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ സ്കൂളിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ആഗ്രഹിച്ചു പോയി. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് ചോദിച്ചു എന്താ വന്നേന്ന്. ഞങ്ങളിത് ഇത് കാണാൻ വന്നതാ. അവർ വിചാരിച്ച് കാണാം ഇത്രയും പിള്ളേർ ഈ സ്കൂളിൽ ചേർക്കാൻ വന്നതായിരിക്കുമെന്ന്. കണ്ടോ പ്ലാവിൽ ചക്കയൊക്കെ നിൽക്കുന്നത്? ചോട്ട് കഴിഞ്ഞ് തൊട്ടൊക്കെ നോക്കുക. അതിലാണെങ്കിൽ ഒരു ചക്കയെ പഴിപ്പിക്കാൻ വേണ്ടി ചാക്കിട്ട് വെച്ചേക്കുക. ഞങ്ങളാണെങ്കിൽ അവിടെ നോക്കിയപ്പോൾ ഒരു സ്ലൈഡ്. ഞങ്ങളെല്ലാം ചാടിക്കയറിപ്പോയി. റയാൻ്റെ ആണെങ്കിൽ പേടി, ചോട്ടൂന് ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. ധന്യു ചേച്ചിക്ക് ആണെങ്കിൽ ഒരു ചെറിയ പേടിയുണ്ട്. എനിക്കും നന്ദാനൊന്നും പേടിയില്ല. ഞങ്ങളവിടെ കുറച്ച് സമയമൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പൊന്മുടിയിലേക്ക് യാത്ര തുടങ്ങി. സിജോക്കാളെ കാല് വയ്യ. അപ്പോൾ കുറച്ച് ദൂരം വല്യപ്പയായിരുന്നു ഓട്ടിച്ചിരുന്നത്. അപ്പയ്ക്കെപ്പോഴും അപ്പയുടെ വണ്ടിയിൽ ഗേൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സിജോകളുടെ വണ്ടിയിലായിരുന്നെങ്കിൽ സിജോകളും വല്യപ്പയും അപ്പാപ്പയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളിതാ മീൻമുട്ടി വാട്ടർഫോൾസിലെത്തി. നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ആ കുളത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇതിനകത്ത് കുറേ മീനുകൾ കൂട്ടത്തോടെ നിൽക്കുന്നത്. അപ്പോഴാണ് അപ്പ ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ പറയണത് ഇവിടെ കുറേ മീനുണ്ടെന്ന്. പക്ഷെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു നോ എൻട്രി എന്ന്. കണ്ടോ കാശ്മീരികൾ ഓടുന്നത്? എവിടെ നോ എൻട്രി എന്ന് ബോർഡ് വെച്ചോ അവിടെയാണ് അപ്പ പോകുന്നത്. അതാണ് അപ്പയുടെ സ്വഭാവം. സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം അവിടെ കുഞ്ഞു മീനുകളും വലിയ മീനുകളും ഓടിക്കളിക്കുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നീട് അമ്മമാരെല്ലാം അപ്പയുടെ വണ്ടിയിലും പിള്ളേരിൻ്റെ സെറ്റെല്ലാം സിജോങ്കളുടെ വണ്ടിയിലും ആയിരുന്നു. പക്ഷേ ഏറ്റവും ചെറിയ കുട്ടി ചോട്ടു മാത്രം ഞങ്ങളുടെ വണ്ടിയിൽ വന്നില്ല. സിജോങ്കളാണ് ഞങ്ങൾക്ക് സൺപ്രൂഫൊക്കെ തുറന്ന് തന്നു. ഞങ്ങൾ പിന്നെ തലയിൽ വെളിയിട്ട് കുറേ സമയം അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നു.
നല്ല രസമുണ്ടായിരുന്നു. കാടിൻ്റെ അകത്തൂടി കാടും കണ്ട് രസിച്ച് പോവുകയായിരുന്നു. അതുവഴി പോകുമ്പോൾ നല്ല ഫ്രഷ് ആനപ്പിണ്ടം കിടപ്പുണ്ടായിരുന്നു. അത് ഇന്നലെ രാത്രി വന്നതായിരിക്കും. ഞങ്ങളാണെ അവിടെ കിടന്ന് അടിയാൻ. അങ്ങക്ക് 4 പേർക്കും തലയിടാനുള്ളതുണ്ട്. അതിലാണെങ്കിൽ ഒരു ചെറിയ സ്ഥലമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് 4 പേരുടെ അതിനകത്ത് നിന്നു. അങ്ങനെ ഞങ്ങളുടെ സ്ഥലമെത്തി. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കളിക്കാൻ പോവുകയാണ്. അത് മീൻമുട്ടിയിലാണ് ഗൈസ്. അപ്പം ഇനി ഞങ്ങൾ വെള്ളത്തിൽ ഇരുന്ന് കളിക്കട്ടെ. വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ പൊന്നെ ദൈവമേ, എന്തൊരു തണുപ്പായതെന്നറിയോ. റയാനെ ചോട്ടുവാണെങ്കിൽ പേടി. പിന്നെ അവസാനം ഞങ്ങൾ 2 പേരെയും ഇറക്കി. നല്ല ക്ലിയർ വാട്ടർ ആയിരുന്നു. ഞങ്ങൾക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ അടിഭാഗമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. അപ്പോഴാണ് വന്നിട്ട് ചോദിച്ചത് തല നനയ്ക്കണോന്ന്. ഇതാണിപ്പോൾ നദാന് തല നനയ്ക്കുന്ന ടാസ്ക്കാണത്. പിന്നെ ഞാനും നഞ്ചേച്ചിയൊക്കെ കൂടി വെള്ളത്തിൽ കളിയായിരുന്നു. റയാനാണെങ്കിൽ അപ്പം പേടിച്ചിരിക്കുമായിരുന്നു. പക്ഷെ വെള്ളത്തിൽ നല്ല ചറുക്കലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെയൊക്കെ കിടന്നു. റയാനും കുഞ്ഞയും ചോട്ടും കൂടി അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനും നഞ്ചേച്ചിയൊക്കെ നല്ല സുഖമായിരുന്നു ആ വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നദാനാണെങ്കിൽ അവിടെ കിടക്കുന്നു. പിന്നീട് വല്യപ്പയാണ് എന്നെ മടിയിരുത്തിയിട്ട് മുക്കുമായിരുന്നു. നന്ദി ചേച്ചി ഒന്നും പറ്റാതെ പോയി. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വെറുതെ മുങ്ങി കളിക്കുമായിരുന്നു. പക്ഷേ അപ്പയും അമ്മയും വെള്ളത്തിൽ ഇറങ്ങിയില്ല. ബാക്കി എല്ലാവരും വെള്ളത്തിലിറങ്ങി. പ്രീതാമ്മയും ചോറ്റുമൊക്കെ അവിടെ കളിയായിരുന്നു. ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഒന്നുകൂടി സിജോങ്കിളുടെ വണ്ടിയിൽ അങ്ങോട്ട് പോകാൻ എനിക്ക് തോന്നുന്നു. ഞങ്ങൾ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മ ഒരു വലിയ പാറയുടെ മണ്ടയ്ക്ക് കയറി നിന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പയാണെങ്കിലോ അവിടെയുള്ള ഒരു ചെറിയ പാറയുടെ മണ്ടയിൽ കയറിയാക്കി ഇരുന്നു. അമ്മയാണെങ്കിലും അതിനെക്കാട്ട് നല്ല വലിയ പാറയുടെ മണ്ടയ്ക്കാണ് കയറിയിരിക്കുന്നത്. ആ പാറയുടെ പുറത്തുനിന്ന് എടുത്ത വീഡിയോകളാണ് ഇത്. ആ പാറയുടെ മുകളിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും നമുക്ക് നല്ല രീതിയിൽ കാണാം. കണ്ടോ ഞങ്ങൾ എത്ര താഴെയാണ് ഇരിക്കുന്നതെന്ന്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിലോ ഞാനും നദാനും അപ്പാപ്പയും കൂടി മീനിനെ പിടിക്കുമായിരുന്നു. പക്ഷേ ഒരു മീനിനെയും കിട്ടിയില്ല. അപ്പാപ്പിയാണെ ഞങ്ങളെ പറ്റിച്ചിട്ട് മീൻ പിടിക്കുന്നത് നിർത്തിയിട്ട് പോയി. പിന്നെ ഞാനും നദാനും കൂടി കുറേ ശ്രമിച്ചു. എന്നിട്ടും ഒരു മീനിനെ പോലും കിട്ടിയില്ല. അപ്പം പിന്നെ ഞങ്ങൾ നിർത്തി. ഞങ്ങൾ വീണ്ടും കളിക്കാൻ പോയി. അപ്പോഴാണ് നോണ്ട നന്നു ചേച്ചീനെ കൊണ്ട് വലിയപ്പോൾ പാറയുടെ മടക്കോട്ട് പോകുന്നത്. അവിടെ ഒരു ചെറിയ വാട്ടർഫോൾസ് ഉണ്ട്. അവിടെ മീൻമുട്ടിയിലാണെങ്കിൽ കാല് ചറുകിപ്പോവും. ഇത് പിന്നീട് ഞങ്ങൾ അതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് ആ വാട്ടർഫോൾസിൻ്റെ മണ്ടയിൽ കയറിയിട്ടുള്ള വ്യൂ ആണ്. അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണേ. അപ്പോൾ ഞങ്ങൾ ഇരുന്ന വേറെ സൈഡിൽ അവിടെ അത്രയും മീൻ, പക്ഷേ അവിടെ ക്ലിയർ വാട്ടർ അല്ലായിരുന്നു, ചെളി പിടിച്ച് കിടക്കുക. അതുകൊണ്ടായിരിക്കും അവിടെ ആരെയും കയറ്റാത്തത്. പിന്നെ ഞങ്ങളെല്ലാം കൂടി അങ്ങ് ഡ്രസ്സ് മാറാൻ പോയി. വീണ്ടും ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറിയിട്ട് സിജോങ്കിളുടെ വണ്ടിയുടെ മണ്ടയിൽ കയറിയിരുന്നു. എപ്പോഴും നന്നു ചേച്ചി സിജോങ്കിളുടെ വണ്ടീൻ്റെ മേലെ ഇരിക്കുമ്പോൾ നടുക്കേ ഇരിക്കുള്ളൂ. എന്നെയും നദാനെയും സൈഡിൽ ഇരുത്തും. റയാൻ നന്നു ചേച്ചിയുടെ ഫ്രണ്ടിലായിട്ടും ഇരിക്കും. അപ്പം നന്നു ചേച്ചി സേഫ് അല്ലേ? നന്നു ചേച്ചിയും റയാനും ഞങ്ങളല്ലേ താഴെ പോവുള്ളൂ. അതാവുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഇടയ്ക്ക് ഞാനൊന്ന് വീഴാൻ പോയായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് അപ്പാപ്പി കാല് പിടിച്ചിട്ടുണ്ടായിരുന്നു. നദാനാണെങ്കിൽ സ്പീഡിൽ പോവാൻ പറയുന്നു. ഞാൻ പറയുന്നു പയ്യെ പോന്ന്. അപ്പാപ്പിയാണെങ്കിൽ മേളിൽ കയറി ഇരിക്കുന്നവരുടെ എല്ലാവരുടെയും കാല് പിടിച്ചത് കൊണ്ട് ഞങ്ങളാരും വീണില്ല. അപ്പാപ്പിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും കാല് പിടിക്കാൻ ഭാഗ്യം കിട്ടി. അങ്ങനെ അവിടെയുള്ള ആൻറ്റിമാർക്കും എല്ലാവർക്കും ടാറ്റയും കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് വണ്ടി
ഒരു സൈഡിലാക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾക്ക് പിള്ളേർക്കെല്ലാം ബിരിയാണിയും വലിയവർക്കെല്ലാം കപ്പയും ബീഫ് കറിയും മീൻ ഫ്രൈയും ആയിരുന്നു. പക്ഷെ ഞാൻ കൂടുതലൊന്നും ബിരിയാണി കഴിച്ചില്ല. അങ്ങനെ ഞങ്ങൾ പൊന്മുടിയുടെ ടോപ്പെത്തി. കണ്ടോ ഗൈസ്, ചോട്ടു എത്ര ആസ്വദിച്ചാണ് ഇരിക്കുന്നതെന്ന്. ചോട്ടു ആണെങ്കിൽ ആ കാറ്റും തണുപ്പും, പക്ഷേ തണുപ്പ് ചെറുതായിട്ടേ ഉള്ളൂ, അതൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഒത്തിരി തണുപ്പും മഴയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ അവിടെ കുറച്ചേ തണുപ്പുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ആ കാർമേഘം കണ്ടോ? ആ കാർമേഘം കണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇപ്പം മഴ പെയ്യുമെന്ന്. പക്ഷേ മഴ പെയ്തില്ല. സിജോ അങ്കിള് വണ്ടിയൊക്കെ പറിക്കുന്നതിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സൺറൂഫ് വീണ്ടും തുറന്നു തന്നു. പിന്നീട് ഞങ്ങൾ പൊന്മുടിയിലെ ആ പാറയുടെയൊക്കെ മണ്ടയെ കയറി പോവുകയാണ്. അപ്പോഴാണ് എല്ലാവരെയും മേലോട്ട് വലിച്ചു കയറ്റി വിടുന്നത്. സിജോ അങ്കിൾക്ക് കാല് വയ്യാത്തത് കൊണ്ട് സിജോ അങ്കിളും വല്യപ്പയും കൂടി താഴെ ഇരുന്നു. പിന്നീട് കുറേ സമയം കഴിഞ്ഞിട്ട് വല്യപ്പയും കയറി വന്നു. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് കുറേ സമയം അവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് കുറേ സമയം കളിച്ച് വീഡിയോ ഒക്കെ എടുത്ത് നടന്നു. നിങ്ങൾ കണ്ടോ ആ മേഘം, കാർമേഘം വന്നേക്കുന്നത്? പക്ഷേ ഇതൊക്കെ ചുമ്മയാ, അവിടെ മഴയൊന്നും പെയ്തില്ല. പിന്നീട് ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയി കുറേ സമയം കളിച്ച് നടന്നു. ചോട്ടു ആണെങ്കിൽ നന്ദാനെ കണ്ടതിന് ശേഷം നന്ദാന്നും വിളിച്ചായിരുന്നു നടന്നത്. എൻ്റെ അടുത്തും റയാൻ്റെ അടുത്തും ചേച്ചിയുടെ അടുത്തൊന്നും വന്നില്ല. നന്ദ എവിടെ പോകണോ അവിടെയൊക്കെ ചോട്ടുവും കാണും. അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഇരുന്നിട്ട് എല്ലാവരും പോയിട്ടിറങ്ങിയപ്പോൾ പിന്നെ ഞങ്ങളും പോവാന്നങ്ങ് വിചാരിച്ചു. പിന്നീട് ഞങ്ങളെല്ലാം അങ്ങ് താഴോട്ടിറങ്ങാൻ പോയി. ഞാനും നന്ദാനുമൊക്കെ നല്ല സ്പീഡിൽ ഇറങ്ങിപ്പോയി. റയാനാണെങ്കിൽ എപ്പോഴും പേടി. പിന്നീട് ഞങ്ങളൊരു പാർക്കിൽ കയറി. അവിടെ നോ എൻട്രി ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അവിടെ കയറി കളിച്ചു. പിന്നീട് അവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതിൽ കുറേ തൂങ്ങിക്കളിച്ചു. വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. ഇനി തിരിച്ച് നേരെ വീട്ടിലേക്കാണ് യാത്ര. കുറച്ച് സമയം സിജോ അങ്കിൾ ഞങ്ങൾക്ക് സൺപ്രൂഫ് തുറന്നു തന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഒരു അപ്പൂപ്പൻ്റെ കടയിൽ പോയിരുന്നു. അപ്പോൾ ഞാനും ചേച്ചിയും മാത്രം സൺപ്രൂഫിൻ്റെ മണ്ടയായിരുന്നു. സിജോ അങ്കിളാണെങ്കിൽ അവിടെ ഉള്ളി അരിഞ്ഞ് കൊടുക്കുമായിരുന്നു. സിജോ അങ്കിൾ ഉള്ളിയൊക്കെ അരിഞ്ഞതിന് ശേഷം ഓംപ്ലേറ്റും സിജോ അങ്കിൾ തന്നെയാണ് ഉണ്ടാക്കിയത്. അമ്മയാണെങ്കിൽ അവിടെ ചായ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിച്ചിട്ട് അപ്പൂപ്പന് പൈസയും കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. നല്ല അടിപൊളി ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ അതിൻ്റെ മെമ്മറി യൂട്യൂബിൽ ഇങ്ങനെ കിടക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഉടനെ അല്ല, കുറേ ദിവസം കഴിഞ്ഞിട്ട്. ഇറ്റ്സ് മീ ഒലിൻ സൈലൻസ് സൈനിങ് ഓഫ്.